ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ ഓൺ വോയിസിലൊരു വീഡിയോ ചെയ്യാമെന്ന് കാരണം നമ്മളെ വീഡിയോ കാണുന്നവരോടും പിന്നെ അതുപോലെ പുതുതായിട്ട് ഇപ്പോൾ കണ്ടു തുടങ്ങുന്നവരോടും ഇതുവരെ കണ്ടിരുന്നവരോടൊക്കെ ആയിട്ട് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേക കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ കുറേ ദിവസമായി ഇപ്പോൾ നമ്മൾ പറയണം വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. പക്ഷേ ഞാൻ പൊതുവേ നമ്മുടെ ചാനലിൽ ഇതുവരെ റിയാക്ഷൻ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇന്ന് ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോക്ക് വരാനൊരു പ്രത്യേക ഒരു കാരണം കേട്ടോ. ഒരൊറ്റ കാരണം എന്ന് പറയാൻ എനിക്ക് എടുത്ത് പറയാനായിട്ടേ ഉള്ളൂ. അപ്പോൾ അതെനിക്ക് പറയണമെന്ന് തോന്നി. കാരണം അത് നമ്മൾ ആരോ ടാർഗറ്റ് ചെയ്ത് പറയുന്ന രീതിയിലായിട്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ആള് നമ്മളെ വീഡിയോസ് എന്തായാലും മുടങ്ങും. ആര് കണ്ടില്ലെങ്കിലും ആ ആള് നമ്മളെ വീഡിയോസ് മുടങ്ങാതെ കാണുന്നുണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ആ കാണുന്ന ആള് ഇതും കൂടി കണ്ടോട്ടെ എന്നുള്ള ലെവലിൽ മാത്രം ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് മാത്രമേ വീഡിയോ എടുക്കണം കേട്ടോ. ഇത് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഞാൻ കമന്റിൽ തന്നെ അത്യാവശ്യത്തിന് ആളുകൾ മറുപടി ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. പോരാ അതിന് വേറെ കണ്ട് ബുദ്ധിയുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ വേറെ ആൾക്കാർ കണ്ട് കൊടുത്ത അഭിപ്രായങ്ങളും കമന്റ്സും കൊടുത്ത് റിപ്ലൈയും കൊടുത്തവരും ഉണ്ട് കേട്ടോ. അപ്പോൾ കാര്യമായിട്ട് ഞാൻ പറയാനും കാരണം ഞാൻ ഈ ഒരു നോമ്പിൻ്റെ സമയത്ത് ഞാൻ വീഡിയോ ഇടുന്നതിനുള്ള പ്രത്യേക കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു റീസൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാനലിൻ്റെ റേറ്റിംഗ് കുറയുന്ന കാരണം കൊണ്ട് ഞാൻ ഈ ഒരു മാസമാണെങ്കിലും എനിക്ക് സ്കിറ്റ് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് നിർത്തി വെക്കാനായിട്ട് പറ്റൂല. അപ്പോൾ നിങ്ങളാണെങ്കിൽ അപ്പോൾ നമ്മൾ യൂട്യൂബിൽ വ്ളോഗ്സ് ചാനലുകളിൽ ചെയ്യുന്ന എത്രയോ പേരുണ്ട്, കുക്കിംഗ് ചാനലുകൾ ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അതൊക്കെ ശരി തന്നെയല്ലേ? നമ്മൾ റമദാൻ മാസത്തിൽ കുക്കിംഗ് വീഡിയോസ് കണ്ടിട്ട് കുക്ക് ചെയ്യുന്നവരുണ്ട്, വ്ളോഗ്സ് ചാനലുകൾ കുറേ ടൈമൊക്കെ ചെറുതായിട്ടൊരു എൻ്റർടൈൻമെൻറ്റ് കാണുന്നവരുണ്ട്, നമ്മളെ വീഡിയോസും കാണുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ടുള്ള രീതിക്ക് ഞാനൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ വീഡിയോസ് തുടങ്ങുന്നതിനേക്കായി മുന്നേ ഞാനിങ്ങനെ ഇടക്കും തലക്കായിട്ട് നമ്മളെ സ്കിറ്റിൻ്റെ ഓരോ എപ്പിസോഡുകൾ ഇടുന്നുണ്ട്. അത് ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ചാനലിൻ്റെ റേറ്റിംഗ് കുറയാണ്. ഈ റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനലിൽ നിന്ന് പൈസ കിട്ടലാണെന്നാണ് കുറേ ആൾക്കാരെ വിചാരം. പക്ഷേ എനിക്ക് കുറേ ആൾക്കാരെ എന്നല്ല, ഈ ഒരു വ്യക്തിയുടെ ആയിരിക്കും മെയിനായിട്ട് വിചാരം. അയാൾ സത്യത്തിൽ ഞാൻ ഈ ഒരു നോമ്പിന് രണ്ട് എപ്പിസോഡ് നമ്മളിപ്പോൾ നോമ്പിന് ഇട്ടിട്ടുള്ളത് റിയയുടെ. ഈ 2 എപ്പിസോഡ് ഇട്ടതിൽ ഒരൊറ്റ ഐഡിയത്തിലുള്ള ഒരാൾ മാത്രം ഫുൾ നെഗറ്റീവായിട്ട് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ കമൻറ്റ്സ് വരുമ്പോൾ ഞാൻ കുറേ കമൻറ്റ് കണ്ടില്ല വെച്ച്. കാരണം ഈ ഇടുന്ന ആൾക്ക് ബുദ്ധിയും ബോധവും ഉണ്ടെങ്കിൽ ഒരിക്കലും കമൻറ്റ് ഇടൂല. കാരണം ആ കമൻറ്റ് ഇടുന്ന ആൾക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഇയാൾ ഈ കമൻറ്റ് ഇടുന്നത് ഈ ഒരു യൂട്യൂബ് തന്നെ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇരുന്നിട്ട് തന്നെയല്ല, യൂട്യൂബിലെ വീഡിയോസ് കണ്ടതുകൊണ്ടായിരിക്കുമല്ലോ അപ്പോൾ അയാളെ യൂട്യൂബിൽ കമൻറ്റ് ഇടുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഈ മാസം മാസത്തിൻ്റെ പവിത്രത അറിയില്ല, നിങ്ങൾക്ക് ഈ മാസം നിങ്ങൾ ഫാമിലിയിലുള്ളവർക്ക് റമദാൻ എന്താണെന്ന് അറിയില്ല, നോമ്പ് എന്താണെന്ന് അറിയില്ലേ, ഇതാണാണോ പെണ്ണാണോ ഏതാണോന്നൊന്നും എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിൽ ഇടുന്നവരാരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിൽ ഞാൻ പറയാൻ വിചാരിച്ച കാര്യം എന്നിട്ടുണ്ടെങ്കിൽ ഈ യൂട്യൂബിൽ വന്ന വീഡിയോസ് കണ്ട് അതിൻ്റെ താഴെ കമൻറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ അയാൾ ഈ യൂട്യൂബ് കണ്ടതുകൊണ്ടായിരിക്കണമല്ലോ. അല്ലാതെ ഇപ്പോൾ കണ്ണടച്ചിരുന്നിട്ട് ഒരാൾക്ക് കമൻറ്റ് ഇടാനോ കണ്ണടച്ചിരുന്നിട്ട് വീഡിയോ കാണാനോ അതിനൊരു അഭിപ്രായം പറയാനോ ഒരാൾക്ക് കൊണ്ടും പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഈ ഇടുന്ന ആൾക്ക് കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ ഈ വീഡിയോക്ക് നെഗറ്റീവായിട്ട് കമൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇയാളെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം സ്വയം നന്നായിട്ടില്ലല്ലോ. ഞാൻ നന്നായാലല്ലേ വേറെ ഒരാൾക്ക് ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ വീഡിയോ ഇടുന്നതിനുള്ള മെയിൻ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചാനലിൻ്റെ റേറ്റിങ്ങിനെ ബാധിക്കും നല്ലതായിട്ട്. കാരണം നമ്മളൊരു ചാനൽ അത്രയും രീതിക്ക് ആക്കി എടുത്തിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ്. അപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞിട്ടും ഞാൻ നിങ്ങൾക്ക് സ്കിറ്റ് വീഡിയോസ് ഇടണം എന്നുള്ള അഭിപ്രായമുള്ളവരാണ് ഭൂരിഭാഗം ആൾക്കാർ. അല്ലാതെ നിങ്ങൾ ഇനി വീഡിയോ ഇടല്ലേ നിങ്ങളുടെ ചാനൽ ഞങ്ങൾ കാണില്ല എന്ന് പറഞ്ഞവരല്ല. കൂടുതൽ ആൾക്കാർ നമ്മളെ വീഡിയോസ് കാണുന്നവരും അതിന് പുതിയ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുമാണ്. അപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് പുതിയ കഥകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ കഥകൾ യൂട്യൂബ് എല്ലാവരിലേക്കും എത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ചാനലിൽ ആ ഒരു റേറ്റിംഗ് നമ്മളിപ്പോൾ എത്തിച്ച ലെവലിൽ തന്നെ നിൽക്കണം. അത് നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോസ് ഇട്ട് കൊടുത്താൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. യൂട്യൂബിനെ കുറിച്ച് അറിയാവുന്നവർക്കാണെങ്കിൽ അറിയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തുടക്കത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു മാസം വീഡിയോസ് ഇടക്കും തലക്കുമായിട്ട് ഇടുന്നത് എന്നുള്ളത്. എന്നാൽ തന്നെ ഞാൻ 2 ദിവസം 3 ദിവസം കൂടിയിട്ട് ഇടുന്ന വീഡിയോസ് ഞാൻ ആഴ്ചയിൽ ഒന്നൊക്കെ ആക്കിയിട്ട് അങ്ങനെ കുറക്കണം. മെയിൻ കാരണം നമുക്കും ഈ മാസത്തിൽ നമ്മളതായിട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്യാനും തീർക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു പവിത്രമായ മാസം തന്നെ. അത് അറിയാത്തതുകൊണ്ടോ ചെയ്യാത്തതുകൊണ്ടോ ഒന്നുമല്ല. എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ എനിക്കറിയുന്ന അറിവ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ അയാൾക്ക് അറിയുന്ന നല്ല കാര്യങ്ങളൊക്കെ അയാൾക്ക് നല്ല രീതിക്ക് ചിലവാക്കേണ്ട സമയത്ത് അയാൾ ചിലവാക്കിക്കോട്ടെ. യൂട്യൂബ് കാണുന്നുണ്ടെങ്കിൽ അയാൾ കാണണ്ട. നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട് അയാളെ വീട്ടിൽ പോയിട്ട് ആരെങ്കിലും ഒരാളോട് കണ്ണ് തുറപ്പിച്ച് അതിൻ്റെ ഉള്ളിൽ ഈർക്കളിയും വെച്ച് കണ്ടിട്ട് നിങ്ങൾ കാണണം, എൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾ കാണണം, എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെക്കൊണ്ടും കാണിപ്പിക്കണില്ലല്ലോ. അപ്പോൾ അത് കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കാണില്ല വെച്ചാൽ കാണണ്ട. ഇത് കണ്ടും കഴിഞ്ഞ് അതിന് അഭിപ്രായങ്ങൾ നെഗറ്റീവ്
പറയുമ്പോൾ നെഗറ്റീവ് പറയാനും പോസിറ്റീവ് പറയാനും ഉള്ളത് തന്നെ കമൻറ്റ് ബോക്സ്. അത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. പക്ഷേ അത് അഭിപ്രായങ്ങൾ മാത്രമാണ്, അല്ലാതെ മറ്റുള്ളവരെ ലൈഫിൽ കയറിയിട്ട് മറ്റുള്ളവരെ പേഴ്സണൽ കാര്യങ്ങൾ കയറിയിട്ട് ഒരുമാതിരി വേണ്ടാത്ത രീതിയിലുള്ള വൃത്തികെട്ട കമൻറ്റ്, ഈ ഒരു മാസത്തിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ഒരാൾക്ക് വേണ്ടാത്ത വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റ്സ് കണ്ടപ്പോഴാണ് ഞാനിതിന് പ്രതികരിക്കണം തോന്നിയത്. കമൻറ്റ് ഞാൻ എന്തായാലും അയാൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കട്ടെ. ഈ ഒരു ഐഡിയയിൽ നിന്ന് ഇതാ ഞാൻ കമൻറ്റ് സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഐഡിയയിൽ നിന്ന് നമുക്ക് തന്ന നമ്മളിപ്പോൾ ഈ ഒരു മാസത്തിലിട്ട് 2 വീഡിയോസിനും 5, 4, 6 ഒക്കെ ആയിട്ടുള്ള കമൻറ്റ്സോളാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അയാൾ അത്രയും നേരം യൂട്യൂബ് തുറന്നു വെച്ചിട്ട് ഈ വീഡിയോ തുറന്നു വെച്ചിട്ട് ഇത്രയും നേരം ഈ കമൻറ്റ് ഇടാൻ ഇതിൽ സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ആ സമയം കൊണ്ട് അയാൾക്ക് വേണ്ടിയിട്ട് അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നല്ലത് ചെയ്തുകൂടാ. അപ്പോൾ സ്വന്തം സമയം വേസ്റ്റ് ചെയ്തുങ്ങാണ്ട് മറ്റുള്ളവരെ ഉപദേശിക്കാൻ വരുന്ന ആളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആദ്യം സ്വയം നന്നാവുക. ഇയാൾ യൂട്യൂബ് എന്നുള്ള പ്ലാറ്റ്ഫോം പിന്നെ തുറന്ന് അതിലെ വീഡിയോസ് കണ്ടിട്ടാണല്ലോ ഇയാൾ കമൻറ്റ് ഇടുന്നത്, അല്ലാതെ കണ്ണടച്ച ഒരാൾക്ക് കമൻറ്റ് ഇടാൻ പറ്റുന്നില്ലോ. അപ്പോൾ അതെങ്കിലും ചിന്തിക്കാൻ, ഈ നെഗറ്റീവ് പറയുന്നവരോട് അതെങ്കിലും ചിന്തിക്കാനുള്ള സാമാന്യം ബോധമെങ്കിലും ഉണ്ടാവുക. കാരണം ഞങ്ങൾ കണ്ടിട്ടാണല്ലോ ഞങ്ങൾ കമൻറ്റ് ഇടുന്നത്, അല്ലാതെ ഞങ്ങൾ ആരും ഇതിപ്പോൾ തല്ലി നിർബന്ധിച്ച് ചെയ്യിപ്പിക്കണില്ലല്ലോ. കാരണം അപ്പം അതിൻ്റെ അടുക്ക് ബാങ്ക് കൊടുക്കണപ്പോൾ നിർത്തിയതാട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് മുന്നേ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള കമൻസുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഞാൻ ഒരു കമൻറ്റിനോ റിയാക്ട് ചെയ്യാനോ കാര്യങ്ങൾ ഇടാനൊന്നും പോകില്ല. കാരണം കമൻറ്റ് ബോക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ഇടാനുള്ളതാണ്, ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയാനാണ്. പിന്നെ ഈ ഒരു മാസത്തിനെ പറ്റിങ്ങാണ്ട് പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്തിട്ട് ഈ ഒരു മാസത്തിൻ്റെ പവിത്രത്തിനും പറഞ്ഞ് ബാക്കിയുള്ളവരെ പേഴ്സണൽ ഇതിൽ കയറിയാണ്ട് വർത്താനം പറയുന്ന രീതിയിലേക്ക് വന്നപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതും ഈ ഒരൊറ്റ ഐഡിയ നിന്ന് മാത്രം. അപ്പോൾ ഇത് നോർമൽ ഐഡിയ എന്നല്ല, ഫേക്ക് ഐഡിയ ആണ്. അപ്പോൾ നോർമൽ ഐഡിയ ആണെങ്കിൽ നമുക്ക് അയാളെ പേര് തന്നെ പറഞ്ഞിട്ട് ചിലപ്പം പറയായിരുന്നു. പക്ഷേ അതിനുള്ള ധൈര്യമൊന്നും ഇല്ലാത്ത ആരോ ആണ് കമൻറ്റ് ഇടുന്നത്. പിന്നെ ബോധവുമില്ല. കാരണം ബോധം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബ് തുറന്നു വെച്ച് യൂട്യൂബിൻ്റെ വീഡിയോ കണ്ടിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിന് കുറ്റം പറയില്ലല്ലോ. അപ്പോൾ അത്രയെങ്കിലും ഒരു ഓപ്പൺ ആയിട്ട് തന്നെ അയാളോട് നേരിട്ടിട്ട് ഇങ്ങനെ പറയണം തോന്നി. കാരണം അയാൾ എന്തായാലും എൻ്റെ വീഡിയോസ് മുടങ്ങാതെ കാണുന്ന ആളാണ്. ആ കാണുന്ന ആളായതുകൊണ്ടാണല്ലോ നമ്മുടെ വീഡിയോസിനെ കുറിച്ച് ഇത്ര ധാരണ എന്തായാലും. അപ്പോൾ എന്തായാലും അയാളോട് കുറച്ച് കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പറയാം. പിന്നെ എൻ്റെ ഈ ചാനൽ ജീവിതത്തിലെ ആദ്യത്തെ ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ കൂടിയാണ്. പിന്നെ വേറൊരു കാരണം കൂടി നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ കുറേ കൊളാബും പിന്നെ പ്രൊമോഷൻസൊക്കെ നമ്മൾ ചാനൽ വഴി ചെയ്യുമ്പോൾ നമുക്കത് അവർ പറയുന്ന ആ ഡേറ്റിൽ, അതിനിപ്പോൾ നോമ്പായാലും പെരുന്നാളായാലും എന്തായാലും നമുക്ക് അവർ പറഞ്ഞ ഡേറ്റിൽ നമുക്ക് ആ വീഡിയോസ് ചെയ്ത് കൊടുക്കണം നിർബന്ധമാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റെടുത്ത വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഓരോ ജോലിയോടും ചെയ്യുന്നുണ്ടാവും. ഇത് ഞാനൊരു യൂട്യൂബ് എന്ന് പറഞ്ഞത് ഒരു ജോലി തന്നെയാണ്. അപ്പോൾ ഇത് നല്ലോണം എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടാന്ന് പറഞ്ഞത്. അപ്പോൾ ആ ജോലി നമ്മൾ നോമ്പാകുമ്പോഴും ഞാനത് ചെയ്യുന്ന രീതിയിലേക്ക് ഞാനത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ ജോലികളും ചെയ്യുന്ന ഒരു നോമ്പാകുമ്പോഴും ചെയ്യുന്ന രീതിക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് എനിക്കിപ്പോൾ ഈ ആമസോണിൻ്റെ കുറച്ച് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് പറയാനുള്ളത് അത് ഈ മാമാ എർത്തിൻ്റെ ഓനിയൻ ഹെയർ ഫോൾ കൺട്രോൾ ഷാമ്പു ആണ് കേട്ടോ. അതായത് മുടി കൊഴിച്ചിൽ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് മാമാ എർത്തിൻ്റെ ഈ ഒരു ഷാമ്പു ബെസ്റ്റ് സൊല്യൂഷനാണ്. ഞാനിപ്പോൾ കുറേ ആയിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് തോന്നിയിട്ടുള്ള ഒരു ഷാമ്പു ആണ് കേട്ടോ അത്. അപ്പോൾ ഈ ഒരു ഷാമ്പൂവിൻ്റെ ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ വേണ്ടവർക്കാണെങ്കിൽ ഇത് വാങ്ങിക്കുക. നല്ല ഷാമ്പു ആണ്. പിന്നെ മാമാ എർത്തിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയുന്നതല്ലേ, കുറേ കാലമായിട്ട് ബെസ്റ്റ് പ്രൊഡക്റ്റുകൾ മാത്രമാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലത്തെ ഒന്നാണ് ഈ മാമാ എർത്തിൻ്റെ ഒനിയൻ ഷാമ്പൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അടുത്ത് ഞങ്ങളോട് പറയാനുള്ളത് ഈ ഒരു സിറത്തിനെ കുറിച്ചിട്ട് ഞാൻ 2 തവണയായിട്ട് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ഒന്ന് പറഞ്ഞത് ഫസ്റ്റ് ടൈമാണ് നമ്മളിത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല എന്നൊക്കെ. പക്ഷേ എനിക്ക് ഞാനൊരു ബോട്ടിൽ യൂസ് ചെയ്ത് എനിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടി. ഇപ്പോൾ 2ാമത്തെ ബോട്ടിൽ നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ അത് സിറം. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് നാട്ടിൽ അറിയാലോ എല്ലാവർക്കും നല്ല ചൂടാണ് പറഞ്ഞാൽ ഇവിടെയൊക്കെ പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലൊക്കെ പൊരിഞ്ഞ ചൂട് തന്നെയാണ് കേട്ടോ. മുറ്റത്തൊക്കെ ഒന്നുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല, നല്ല വെയിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് നമുക്ക് ഫേസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു സിറാണ് ഈ ഒരു സിറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, വേണ്ടവർ മാത്രം വാങ്ങിക്കട്ടെ. അപ്പോൾ അത് പിന്നെ 2ാമത്തായിട്ടുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക ചൂട് കാലത്ത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വേറെ ഒരു സംഭവമാണ് ഈ ഫേസ് വാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഡെർമാൻ്റെ ഈ ഒരു ഫേസ് വാഷ് നല്ല ഓയിൽ ഓയിൽ ഫ്രീ ആയിട്ട് നമുക്ക് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. കാരണം ഇതിൻ്റെ നല്ല ഓയിലി സ്കിന്നാണ്, നല്ല ഓയിലി സ്കിന്നുമാണ്. നല്ല പെട്ടെന്ന് മറ്റേ ഇതായിട്ടുള്ള എന്താ പറയുക നമുക്ക് പറ്റാത്ത എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ റിയാക്ഷൻസ് കാണിക്കുന്ന സ്കിന്നും കൂടി ഉണ്ട്. പക്ഷേ എങ്കിൽ ഈ ഒരു ഡെർമയുടെ ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഓയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റത് നമ്മൾ കുറച്ച് ടൈം എന്തെങ്കിലും മുഖം വാഷ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിലും മൂക്കിൻ്റെ ഇവിടെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഓയിലി പോലെ ഒരു ഫീൽ വരും. ഇത് രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ട് ബ്രഷൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ മുഖം കഴുകുമല്ലോ, അതേപോലെ ഈ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ മുഖം കഴുകിയിട്ടുണ്ടെങ്കിൽ സോപ്പ് ഉപയോഗിക്കരുത്. സോപ്പ് ഉപയോഗിക്കുന്ന പകരം ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് മുഖം കഴുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിൽ മൊത്തം നമുക്ക് ഓയിൽ നല്ല കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ ഫേസിനെ നിർത്താൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ്.
സംഭവമാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെ ലിങ്കും ഞാൻ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തായിട്ട് ഞാൻ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു ഫേസ് വാഷാണ് മാമാ അർത്തിൻ്റെ ഇത് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ പേര് പറയുന്നുണ്ടാവും ആമസോണിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ കഴിഞ്ഞ ബോട്ടിലാണ് തന്നതെന്നൊക്കെ. നമുക്ക് മുന്നേ വീഡിയോസിലൊക്കെ കമൻറ്റ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ. പക്ഷേ ഈ കഴിഞ്ഞ സംഭവം തന്നത് ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇത്രയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഇത്രയായിട്ടുള്ളത്. ഇത് മാമാർത്തിൻ്റെ ഒരു ഫേസ് വാഷാണ്. അപ്പോൾ കുറേ ആയിട്ട് ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചൂട് സമയമായപ്പോൾ മുഖത്തിന് ഒരു കൂൾ പ്രൊട്ടക്ഷനും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡെർമടുത്ത് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് മുഖം ക്ലീൻ ആയിട്ടിരിക്കാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. ഇതാകുമ്പോൾ നമുക്ക് ഒരു കൂൾ എഫക്റ്റ്, അതായത് സ്കിന്നിന് ഒരു കൂൾ എഫക്റ്റും കൂടി കിട്ടുന്നുണ്ട് ഇതാകുമ്പോൾ. അപ്പോൾ ഈ ഒരു ചൂട് കാലത്ത് എനിക്ക് തന്നെ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ അത് നമുക്കിതാ ഈ ഒരു ആക്നിയോസിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ ഇതെനിക്ക് എപ്പോഴും ഞാൻ ബെസ്റ്റായിട്ട് പറയുന്ന ഒരു സംഭവമാണ് ഓയിലി സ്കിന്നുകാർക്ക് കേട്ടോ. പ്രത്യേകിച്ച് ഇതെനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേ എനിക്ക് ആമസോൺ വഴിയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് മെഡിക്കൽ സ്റ്റോർ വഴി വാങ്ങിക്കുമ്പോൾ ഇതിന് നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ആമസോണിലാകുമ്പോൾ എനിക്കിതിൻ്റെ 25% ഡിസ്കൗണ്ടിൽ കിട്ടിയതുകൊണ്ട് ഞാൻ ആ വഴിയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് നല്ല ബെസ്റ്റ് റിസൾട്ടാണ്. പിമ്പിൾസ് കാര്യങ്ങളൊക്കെ പോയിട്ട് നമുക്ക് മുഖം എപ്പോഴും ഒരു നല്ല ഗ്ലോയിലിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി സംഭവമാണ്. അപ്പോൾ 5 പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പറഞ്ഞ പോലെ ഇതിപ്പോൾ ആമസോണിൻ്റെ നമ്മളെ വീഡിയോ ഇന്ന് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഏറ്റെടുത്തൊരു ജോലിയുടെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇന്നത്തെ ഈ റിയാക്ഷൻ വീഡിയോ എൻ്റെ ഉള്ളിൽ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത്. കാരണം നമുക്ക് റിയാക്ഷൻ വീഡിയോസും ഇതിൻ്റെ വീഡിയോസും രണ്ടാക്കിയിട്ട് ചെയ്യാൻ നമുക്ക് വെറുതെ സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ എന്തായാലും ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂടെ എനിക്ക് ഈ കമൻറ്റ് ഇട്ട ആളോട് 2 വർത്താനെങ്കിലും പറയണം എന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് പറയുന്നുണ്ട്. കാരണം ആ ഐഡിയയിലുള്ള ഞാനിപ്പോൾ ഈ സ്ക്രീൻഷോട്ട് ഇവിടെ അയാൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അയാൾക്ക് നല്ലൊരു മറുപടി ഞാൻ കമൻറ്റ് വഴി റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ അത് കേട്ടിട്ട് ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ല വെച്ചാൽ ഞാൻ എന്തായാലും ഇതിവിടെ കൊടുക്കട്ടെ. അയാൾ ഡിലീറ്റ് ചെയ്യരുത് എന്നാണ് കേട്ടോ. ഞാൻ എന്തായാലും എൻ്റെ ഒരു കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളയില്ല. അപ്പോൾ അതുകൊണ്ട് അയാൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല വെച്ചാൽ ആ കമൻറ്റ് ഞാനിവിടെ എന്തായാലും സ്ക്രീൻഷോട്ടായിട്ട് കൊടുക്കുകയും ചെയ്യും. കാരണം ആ ഒരു ഐഡിയയിൽ ഇനി അടുത്ത മുതൽ ഞാൻ ഇനിയിപ്പോൾ ഈ റിയയുടെ അടുത്തുള്ള എപ്പിസോഡുകൾ ഇടുമ്പോൾ അയാൾക്ക് ബോധമില്ല വെച്ചാൽ അയാൾ വീണ്ടും കമൻസുകൾ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ബോധമില്ലാതെ ഇടുകയാണെന്ന് വെച്ചാൽ അയാൾക്ക് ഇനി ചിന്തിക്കാനുള്ള ബോധമില്ല വെച്ചിട്ടൊന്ന് ചിന്തിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കമൻറ്റ് ഇവിടെ പിൻ ചെയ്തിട്ടിടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കമൻറ്റ് ഇട്ട ആളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഈ യൂട്യൂബിൽ നിങ്ങളിരുന്ന് വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ യൂട്യൂബിൽ ആൾക്കാർ ഇടുന്ന വീഡിയോസ് ഓരോരുത്തരും ഇടുമ്പോൾ അത് നിങ്ങൾ കാണണം എന്നുള്ള നിർബന്ധമൊന്നുമില്ലല്ലോ. അതിപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടൊരു കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ വേണമെങ്കിൽ കണ്ടാൽ മതി, വേണ്ടെങ്കിൽ കാണാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്കില്ലേ. പിന്നെ എന്തിനാ യൂട്യൂബ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കില്ലേ. അത് ചെയ്തോളി. അത് ചെയ്തിട്ട് നിങ്ങൾ കാണേണ്ട വീഡിയോ കാണേണ്ട ആർക്കെങ്കിലും നഷ്ടമുണ്ടോ? ആർക്കൊരു നഷ്ടമില്ല. അപ്പോൾ സ്വയം നന്നായതിന് ശേഷം മാത്രം ബാക്കിയുള്ളവരെ പേഴ്സണലായിട്ട് ഒരു മാതിരി വൃത്തികെട്ട കമൻസ് ഇടുന്ന കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇയാളോട് ആയതുകൊണ്ട് മാത്രം ഈ ഒരു ഐഡിയയിൽ നിന്ന് മാത്രം എപ്പോഴും നമുക്ക് ഈ ഒരു മാസത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന രീതിയിൽ, അതായത് അത്രയും അറിവുള്ള ആളാണെന്ന് വെച്ചാൽ അയാൾ ഈ കമൻറ്റ് ഇടാൻ പോലും ഈ യൂട്യൂബ് തുറക്കില്ല. അപ്പോൾ അത്രയും നന്നായവരല്ലേ മറ്റുള്ളവരെ നന്നാക്കാനായിട്ട് ഇറങ്ങുക. അപ്പോൾ അതുകൊണ്ടാണ് അയാൾക്ക് ഇങ്ങനെ ഒരു മറുപടി കൊടുക്കണം എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും റിയയുടെ അടുത്ത എപ്പിസോഡ് ഈ ഒരു 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ നാളെ തന്നെ ഉണ്ടാവും റിയയുടെ അടുത്ത എപ്പിസോഡ്. അപ്പോൾ കാണാൻ വേണ്ടവർ മാത്രം കാണുക, അല്ലാതെ ആർക്കും ഒരു കുഴപ്പമില്ല. വേണ്ടവർ മാത്രം എപ്പിസോഡ് കാണുക, അഭിപ്രായങ്ങൾ പറയുക. കാരണം എനിക്ക് ഈ ഇടക്കും തലക്കുമായിട്ട് ഈ എപ്പിസോഡുകൾ ഇട്ടേ പറ്റുള്ളൂ. എനിക്ക് ഈ ഒരു കഥ ഇന്നൊരു സമയത്തിൽ തീർക്കണം എന്നുള്ള ഒരു ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തീർത്തേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും വേണ്ടവർ മാത്രം കാണുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു